എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും ശങ്കരാടി സാറിൻ്റെ കൊച്ചുമോളാണോ, ആള് കല്യാണം കഴിച്ചിട്ടുണ്ടോ, ആൾക്ക് മക്കളുണ്ടോ. പക്ഷെ കുറേ പേർക്ക് ആള് കല്യാണം കഴിച്ചാൽ അറിയില്ല, ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. ഇവര് ഇങ്ങനെ വിറ്റൊക്കെ പറഞ്ഞു, ധ്യാൻ ചേട്ടനും ദിലീപ് ചേട്ടനും ഒക്കെ ഇങ്ങനെ വിറ്റൊക്കെ പറയുന്നു. പള്ളിയിലത്തെ താലികെട്ട് എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെയല്ലടാ അങ്ങനെയെന്നൊക്കെ ഒരു ദിലീപ് ചേട്ടൻ കെട്ടി കാണിച്ചു കൊടുക്കും. അങ്ങനത്തെ കുറെ വിറ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നന്നായി ഐശ്വര്യം, ഈ സിനിമയുടെ ഐശ്വര്യം ഈ കുട്ടിയാണെന്നൊക്കെ അങ്ങനെയാണ് തുടങ്ങണേന്ന് പറഞ്ഞു. എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ മറ്റേ ആ ഉദയനാണ് താരത്തില് സലീം കുമാറിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ കയറിയൊക്കെ ഇരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര നാണം വരും. ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, അവിടെ നിന്ന് വന്നു ഇപ്പൊ സിനിമയിൽ എത്തുന്നു, അപ്പൊ കുറച്ചുകൂടി അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇല്ലില്ല, ദിലീപേട്ടൻ ഭയങ്കര ജോവിയലാണ്. അവിടെ എല്ലാവരോടും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ അത് നമ്മൾ അറിയുന്ന ദിലീപേട്ടൻ തന്നെയാണ്. അങ്ങനെ നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അച്ഛനും ദിലീപേട്ടനും തമ്മിൽ. കാരണം ദിലീപേട്ടന്റെ കോമഡീസ് ആളുകൾ പറയുന്നു അത് കുറച്ചും കൂടെ അന്നത്തെ കാലത്ത് ഇന്ന് അത് വർക്ക് ആവുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടന്റെ കുറ്റമോ അല്ലെങ്കിൽ ആളുടെ ഒരു ഇതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെയൊക്കെ ചൈൽഡ്ഹുഡ് മനോഹരമാക്കിയ ഒരു ആളാണ് ദിലീപേട്ടൻ. ഇപ്പോഴും നമുക്ക് എത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഏത് സിനിമ എടുത്ത് നോക്കിയാലും അത് ദിലീപേട്ടൻ്റെ ആയിരിക്കും. പണ്ടത്തെ വലിയ വലിയ പല ഡയറക്ടേഴ്സിൻ്റെ മൂവീസും വലിയ വലിയ പല ആക്ടേഴ്സിൻ്റെ മൂവീസും ഇപ്പോഴും ചിലതൊന്നും വിജയിക്കുന്നില്ല, ചിലത് എന്താ പറയുക അടുപ്പിച്ചടുപ്പിച്ച് ഫ്ലോപ്പ് ആവുന്നുണ്ട്. ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് വല്ലാണ്ട് ബോധേഡ് ആയിട്ടുള്ളൊരു ആളല്ല. ഞാൻ വരുമ്പോൾ വരട്ടെ അപ്പോൾ നോക്കാം എന്നുള്ളൊരു ഇതാണ്. സ്ലാപ്സ്റ്റിക് കോമഡീസ് കുറവാണ് ഇതിൽ, എല്ലാം ആ സിറ്റുവേഷനായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട്. ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പാർവതി രാജൻ ശങ്കരാടി. ഈ പേരുള്ളത് കൊണ്ട് ശങ്കരാടി സാറിന്റെ ആരാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അത് ആ പേര് നമ്മുടെ കൂടെ ചേർക്കുമ്പോൾ അതൊരു ടെൻഷനാണ് സത്യത്തില്. അങ്ങനെയില്ല, എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും ശങ്കരാടി സാറിൻ്റെ കൊച്ചുമോളാണോ, ആള് കല്യാണം കഴിച്ചിട്ടുണ്ടോ, ആൾക്ക് മക്കളുണ്ടോ. പക്ഷെ കുറേ പേർക്ക് ആള് കല്യാണം കഴിച്ചാൽ അറിയില്ല, ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. 50 കഴിഞ്ഞപ്പോഴാണ് ആള് കല്യാണം കഴിക്കണത് തന്നെ. കുട്ടികളില്ല, ആക്ച്വലി അത് ഞങ്ങളുടെ വീട്ടുപേരാണ്. അച്ഛൻ്റെ അമ്മാവനാണ് ശങ്കരാടി മുത്തശ്ശൻ. അങ്ങനെയാണ് ആ ഒരു വീട്ടുപേര് എന്നുള്ള രീതിയിൽ. അങ്ങനെ അപ്പോ എല്ലാവരും ഇത് ഈ ക്വസ്റ്റ്യൻ എപ്പോഴും എവിടെ ചെന്നാലും ഇത് കൂടെ അഡോപ്റ്റ് ചെയ്ത് ആ പേര് കൂടെ അഡോപ്റ്റ് ചെയ്തോണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോ ധ്യാൻ ചേട്ടന്റെ വൈഫായിട്ടാണ് വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം നമ്മളിങ്ങനെ സിനിമയിലും ഐ മീൻ സോഷ്യൽ മീഡിയ തുറന്നാലും ഒക്കെ കണ്ട് 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 കൂടെ ഉള്ള ഒരാളാണല്ലോ. ഇത് ഞാൻ ആക്ച്വലി ഓഡിഷൻ വഴി കിട്ടിയൊരു മൂവിയാണ്. പക്ഷെ ആദ്യം എന്നെ വിളിച്ചത് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ടല്ല, അതൊരൊറ്റ സീനുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ബിനോയ് നമ്പാലയാണ് എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. ബിനോയേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഒറ്റ സീനുള്ളൂ പക്ഷെ അത് നിൻ്റെ സീനാണ്, ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഒരു സീനെങ്കിൽ ഒരു സീന് വലിയൊരു സിനിമയുടെ ഭാഗമാവുക എന്നുള്ളൊരു അതാണ് നമുക്ക് മെയിനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എങ്ങനെ എല്ലാത്തിലും ഒരു സീനുള്ളൂ, കുറച്ച് അധികം ഉള്ളതൊന്നും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത് വെറുതെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഒരു നാപ്പ് എടുത്ത് അങ്ങനെ നല്ല സുഖമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഒരു കോള് വരികയാണ്, അൺനോൺ നമ്പർ. ഞാൻ എടുത്ത് നോക്കുമ്പോൾ പ്രജീഷ്, എൻ്റെ പേര് പ്രജീഷ് എന്നാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ബിനോയ് ഞാനതൊക്കെ അന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ മനസ്സിൽ വിചാരിച്ചു നല്ല കുറച്ച് വലിയ ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. പക്ഷെ ആ സീൻ എൻ്റെ ആണെന്ന് പറയുകയും ചെയ്തു. അപ്പം അങ്ങനെയാണെങ്കിലും മതി എന്നുള്ളൊരു ഇതിലിരിക്കുക. അപ്പോഴാണ് ഈ കോള് വന്നത്. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ പ്രജീഷ് ചേട്ടൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഒരു 11 ദിവസത്തെ ഡേറ്റ് ആണ് കേട്ടോ നിനക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 11 ദിവസം ആൾ മാറിയോ? ഞാനല്ല, വേറെ ആരെയാണോ വിളിച്ചത്? ഞാൻ ചോദിച്ചു, ഞാൻ ചാർട്ട് നോക്കിയിട്ടാണ് വിളിക്കുന്നത്, നിന്നെ തന്നെ വിളിച്ചേ, പാർവതി അല്ലേ ചോദിച്ചു. അപ്പം അതെ എന്ന് പറഞ്ഞു. പറഞ്ഞു ധ്യാൻ്റെ വൈഫായിട്ടാണ്. മൊത്തം എല്ലാം മാറി. എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ ക്യാരക്ടറേ അല്ല അത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതെല്ലാം ഒന്ന് കൺഫേം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങൾ ചാർട്ട് നോക്കിയിട്ടാണ് വിളിക്കുന്നത്, 11 ദിവസത്തെ ഷൂട്ടാണ്, ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കണം, കാര്യം ഞങ്ങളുടെ കല്യാണം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആർട്ടിൻ്റെ അവർക്ക് ഫോട്ടോസ്, എൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാനിങ്ങനെ മൊത്തത്തിൽ എനിക്ക് മനസ്സിലാവണില്ല, എനിക്ക് സത്യമാണോ വെറുതെ ആണോ, ഞാൻ സ്വപ്നം കാണുകയാണോ ഒന്നും ഞാനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റുള്ളൂ. അപ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണോ എന്നൊക്കെ എനിക്ക് തോന്നുക. അങ്ങനെ എത്ര അവസ്ഥയായിരുന്നു അത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര നല്ലൊരു ഇതായിരുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റ്, സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്യാൻ പറ്റി, ഇപ്പോൾ പോസ്റ്ററിൽ വരാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്.
കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ കൊച്ചിയിൽ അതിൽ കൂടെ പോകുമ്പോ ഒക്കെ എല്ലായിടത്തും നിന്റെ പോസ്റ്റർ ജൂലൈ 4th സ്റ്റാർട്ട് ചെയ്യുന്നത് ദിലീപേട്ടന്റെ കൂടെ തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോ ഈ സിനിമയിലും വരുന്നുണ്ട്. എനിക്ക് അന്ന് ഭയങ്കര കുഞ്ഞായിരുന്നു കണ്ടതാ. ഇപ്പോ ഇതിൽ ഏകദേശം ഒരു നായികയുടെ ആണ് ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ ആ സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടോ പണ്ട് അഭിനയിച്ചതും? പിന്നെ ഞാൻ ദിലീപേട്ടനായിട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് കുറച്ച് നേരം സംസാരിക്കാൻ ഒരു സമയം കിട്ടി. ഒരു ഷോട്ട് കഴിഞ്ഞ് ദിലീപേട്ടൻ വന്നിരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എണീറ്റ് ആൾക്ക് പ്രൈവസി കൊടുക്കാന്ന് വിചാരിച്ച് എനിക്ക് പറയും നീ അവിടെ ഇരിക്കും എന്ന് പറയും. അപ്പോഴാണ് ഇങ്ങനെ സംസാരിച്ച് ജൂലൈ 4 അഭിനയിച്ച കാര്യമൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഞാനന്ന് കുഞ്ഞിലെ സ്കൂൾ കുട്ടിയായിരുന്നപ്പോൾ കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അത് മാത്രമല്ല ഇതിന് മുന്നേ ഉള്ള പരിചയമാണ് ദിലീപേട്ടനായിട്ട്. മീനത്തിൽ താലികെട്ട് അതിനു മുന്നേ ഉള്ളതാണ്. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ നാട്ടുകാരിയാണ് ദിലീപേട്ടൻ്റെ അമ്മ, എടവനക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നു. ദിലീപേട്ടൻ പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം ആ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അച്ഛനും ദിലീപേട്ടനും തമ്മിൽ. പിന്നെ മീനത്തിൽ താലികെട്ടിൻ്റെ സമയത്താണെങ്കിലും എപ്പോഴും വീട്ടിലൊക്കെ വരുമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു ഇത്ര വർഷങ്ങൾക്ക് ശേഷം എന്തായാലും അഭിനയിക്കാൻ പറ്റിയില്ല ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് മാത്രല്ല ഇതിൽ എന്താ പറയാ ജൂലൈ 4 അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് സീൻ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു. അതെ അതെ, അന്നും ഫസ്റ്റ് സീൻ ദിലീപേട്ടൻ്റെ കൂടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇത് കഴിഞ്ഞ് പാപം ചെയ്യാത്തവർക്കല്ലേ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു അല്ലേ? ഒരു ഗ്യാപ്പിന് ശേഷം അല്ലെങ്കിൽ ജൂലൈ 4 കുഞ്ഞായതിനു ശേഷം വലുതായതിനു ശേഷം വരുന്നത് അതിനുശേഷം വേറെ കുറച്ച് സിനിമകൾ വരുന്നു. പിന്നെ ഒരു ബ്രേക്ക് കിട്ടാൻ പോകുന്ന സിനിമ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അതുപോലെ ദിലീപേട്ടന്റെ ഒരു കംബാക്ക് ആയിരിക്കും എന്നുള്ളൊരു. തീർച്ചയായിട്ടും. കാര്യം നല്ലൊരു മൂവിയാണ്. നമ്മള് കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് ഒരു മെസ്സേജ് ഉണ്ട് എല്ലാവർക്കും. ഒരു വെറുതെ കണ്ടു കളയുന്ന ഒരു മൂവിയിൽ അതിലൊരു മെസ്സേജ് ഉണ്ട്. പിന്നെ ദിലീപേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും നല്ല പെർഫോമൻസ് തന്നെ. പക്ഷെ ഇതിൽ നമുക്ക് നമ്മളുടെ ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും കോമഡി ആണെങ്കിലും ഓൺ പോയിന്റ് ആണ് എല്ലാം. നമുക്കൊരു എന്താ പറയുക എടുത്തു നിൽക്കുന്നില്ല ഒന്നും. എല്ലാം അതിനോട് ബ്ലെൻഡായി പോകുന്നുണ്ട് ആ കഥയായിട്ട്. അങ്ങനെ നല്ലൊരു അങ്ങനെ ഞങ്ങൾക്ക് അധികം കോമ്പിനേഷൻ വരുന്നില്ല. ദിലീപേട്ടൻ ഭയങ്കര ജോവിയലാണ്. അവിടെ എല്ലാവരോടും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അറിയുന്ന ദിലീപേട്ടൻ തന്നെയാണ് സ്ക്രീനിലൊക്കെ കാണുന്നത്. അതെ അതെ. നിങ്ങൾ നേരത്തെ പരിചയമുള്ളത് കൊണ്ട് എന്തെങ്കിലും അഡ്വൈസ്? കാരണം അച്ഛൻ ഡയറക്ടർ ആയിരുന്നു. ആ ഡയറക്ടറുടെ ഒരു ആർട്ടിസ്റ്റ് ആക്ടർ ആയിരുന്നു ദിലീപേട്ടൻ. അത് കഴിഞ്ഞ് ഇവിടെ വരുന്ന സമയത്ത് ഒരുമിച്ച് അഭിനയിക്കുന്നു. അപ്പൊ എന്തെങ്കിലും അഡ്വൈസോ കാര്യങ്ങളോ തന്നു? അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അല്ലാതെ ഞങ്ങൾ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീടായിട്ടും നല്ല അടുപ്പമായിരുന്നു. ദിലീപേട്ടൻ്റെ അമ്മയായിട്ട് എൻ്റെ അമ്മയ്ക്കും നല്ല അടുപ്പമായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുള്ളൂ. ഇതൊന്നും കരിയർ അങ്ങനത്തെ ഒന്നും ഞങ്ങൾ സംസാരിച്ചില്ല. ഓക്കെ. ഇപ്പൊ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് വന്നു ഇപ്പൊ സിനിമയിൽ എത്തുന്നു. അപ്പൊ കുറച്ചുകൂടി അവസരങ്ങൾ കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു പേര്? ഇല്ല, ഞാനത് യൂസ് ചെയ്യാറുമില്ല. ഞാൻ ഇപ്പൊ ഓഡിഷൻസ് വഴിയാണ് എനിക്ക് എല്ലാ ഇതും കിട്ടിയിട്ടുള്ളത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അച്ഛനെ പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. അങ്ങനെ വരും എന്നല്ലാതെ ഇന്നാളുടെ മകൾ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ആകെ പാപ്പൻ വേണമെങ്കിൽ അങ്ങനെ കിട്ടിയതാന്ന് പറയാം. കാര്യം ജോഷിയങ്കളിനെ ഞാൻ നേരിട്ട് വിളിച്ചിരുന്നു. ഇങ്ങനെ മൂവി തുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ വിളിച്ച് ഞാൻ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ എന്നുള്ള രീതി പറഞ്ഞപ്പോൾ ആൾ കാണാൻ വരാൻ പറഞ്ഞു വീട്ടിലേക്ക്. പക്ഷെ ഞാൻ കാണാൻ ചെല്ലേണ്ട ദിവസം ആൾക്ക് ലൊക്കേഷൻ കാണാൻ പോകാനുണ്ടായിരുന്നു. അത് ഒന്ന് ആലോചിച്ച് നോക്കണം. ആളെന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ് മോളെ ഇന്ന് വരണ്ട, ഞാൻ ഉണ്ടാവില്ല, വേറെ ദിവസം വരിക എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. അതെ അതെ, അച്ഛൻ ആളുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ജോഷിയങ്ങളുടെ. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹമുണ്ട്. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടും പരിചയമുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ആളുടെ അടുത്ത് മാത്രമേ ഞാൻ ചാൻസ് അച്ഛൻ്റെ ഒരു ഇതിൽ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാൻ അത് ആൾ ഓർത്ത് തരികയും ചെയ്തു കേട്ടോ. നല്ലൊരു വേഷം തന്നു. പിന്നെ വേറെ എവിടെയും അങ്ങനെ ഞാൻ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടില്ല. എല്ലായിടത്തും ഓഡിഷൻ വഴി തന്നെയാണ്. സിനിമ കണ്ട് വളർന്ന ഒരാളാണ്. സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പൊ സിനിമ എന്നുള്ള മോഹം എപ്പോഴാണ് വന്നത്? അങ്ങനെ ഒരു മോഹം ഉണ്ടോ? എനിക്കൊന്നാമത് എന്നെക്കുറിച്ച് എനിക്കിപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു പെൺകുട്ടിയാണ്. ഇപ്പോൾ എനിക്ക് സിനിമയാണ് ഇഷ്ടമെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇഷ്ടം. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ഇല്ല എനിക്ക്. അപ്പോൾ ഈ സിനിമ എന്നുള്ളത് എപ്പോഴാണ് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒബ്വിയസ്ലി പറഞ്ഞ പോലെ തന്നെ
ചെറുപ്പം മുതലേ അച്ഛനെ കാണാൻ വരുന്നവരാണെങ്കിലും ഇപ്പോൾ സ്ക്രിപ്റ്റൊക്കെ ഡിസ്കഷൻ നടക്കുമ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കാറുണ്ട്, വെറുതെ എനിക്ക് ഇഷ്ടം അതൊക്കെ കേൾക്കാനൊക്കെ. ഞാൻ അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും പറയും, അവർ ഇരിക്കുമ്പോൾ ഞാൻ സജഷനൊന്നും പറയില്ല. അവർ പോയി കഴിയുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയും, അച്ഛൻ അത് അവിടെ ഇങ്ങനെ ചെയ്താൽ നല്ല രസമായിരിക്കും. അപ്പോൾ അച്ഛനത് കൺസിഡർ ചെയ്യുകയും ചെയ്യും കേട്ടോ. ഞാൻ ഒരു ചെറിയ കുട്ടി എന്നുള്ള രീതിയിലല്ല, നല്ലതാണെങ്കിൽ അച്ഛനത് കൺസിഡർ ചെയ്യുകയും ചെയ്യുക സജഷൻ. അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഈ കലാപരമായ എല്ലാ ഇതിലും ഞാൻ ആക്റ്റീവായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഡ്രാമ ചെയ്യുമായിരുന്നു, മോണോ ആക്ട് ചെയ്യുമായിരുന്നു, ഡാൻസ് ചെയ്യും, എല്ലാത്തിലും ഉണ്ട്. പക്ഷേ സിനിമ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എപ്പോഴും ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴോ നമ്മുടെ സ്കൂളിലിങ്ങനെ എന്തോ ഒരു പ്രോഗ്രാമിന് എന്താണ് അംബീഷൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫിലിം ഡയറക്ടർ ആവണം. അത് ഞാൻ ഒന്നും ഓർത്ത് പറഞ്ഞല്ല, അച്ഛൻ്റെ പ്രൊഫഷൻ അത് ഫോളോ ചെയ്യണം. അങ്ങനെ നമ്മൾ കൂടുതൽ ചിന്തിക്കാനുള്ള ബോധമൊന്നും ആ പ്രായത്തിലില്ല. പക്ഷെ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ റീസെന്റ് ഞാനൊരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തു, അതിൽ ഐഡിയ ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ആൽബം ഡയറക്ട് ചെയ്തു, ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, ഒരു ഡോക്യുമെന്ററി ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് വെറുതെ പറഞ്ഞു വിട്ടൊരു കാര്യം മേ ബി ഇപ്പോൾ ഈ പറഞ്ഞ ഒരു യൂണിവേഴ്സ് കേട്ടതാണോ എനിക്കറിയില്ല, അതെങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. പഠിച്ചത് ഡാൻസ് ആയിരുന്നു, അത് കഴിഞ്ഞ് ഡിപ്ലോമ? ഇല്ലില്ല, ഞാൻ ആദ്യം ബിടെക് ആണ് പഠിച്ചത്, CS ആയിരുന്നു. അത് കഴിഞ്ഞ് ഡിപ്ലോമ ചെയ്തു കുച്ചിപ്പുടിയിൽ. ഡിപ്ലോമ ചെയ്തേക്കുന്നത് കുച്ചിപ്പുടിയിലാണ്. അപ്പൊ ഇത്രയും നാൾ ഡാൻസ് പഠിച്ച സമയത്ത് ഡാൻസ് എന്നുള്ളത് അത് കരിയറായിട്ട് ചൂസ് ചെയ്ത് പോവാന്ന് ഓർത്തായിരുന്നു? ഡാൻസ് അമ്മയുടെ ആഗ്രഹത്തിന് പഠിച്ച, ഡാൻസ് ഒന്നും ഇല്ലായിരുന്നു കരിയർ. ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് വല്ലാണ്ട് ബോധേഡായിട്ടുള്ള ഒരാളല്ല. ഞാൻ വരുമ്പോൾ വരട്ടെ, അപ്പോൾ നോക്കാം എന്നുള്ളൊരു ഇതാണ് എപ്പോഴും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് എപ്പോഴും എല്ലാ കാര്യത്തിലും. അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി ബിടെക് വീട്ടുകാർ പറഞ്ഞു അത് പഠിച്ചാൽ മതി, പ്രൊഫഷണൽ ഡിഗ്രി ആണ് 4 വർഷം കൊണ്ട്, അത് പഠിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് സൈക്കോളജി പഠിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ ഇപ്പം എല്ലാവരും കുറച്ചുകൂടി ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അവെയറാണ്. അന്ന് അത്ര അവെയർനെസ് ഇല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതിനൊരു സ്കോപ്പില്ല, പഠിച്ചാലും പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതാകുമ്പോൾ ഒരു 4 വർഷം കൂടി ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആയി ഒരു ജോലിക്ക് പോകാം, അങ്ങനത്തെ ഒരു എല്ലാവരും ചിന്തിക്കുന്ന രീതിയിൽ എൻ്റെ വീട്ടുകാരും ചിന്തിച്ചു. എന്നെ അതിന് വിട്ടു, എൻട്രൻസ് പാസ്സായി, എങ്ങനെയൊക്കെയോ കിട്ടി, പാസ് സപ്ലൈ ഒന്നും ഇല്ലാണ്ട് ജയിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്നാൽ പിന്നെ ഒരു ഡിപ്ലോമ ചെയ്തേക്കാം. എന്തായാലും ഞാനൊരു 4 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ പഠിച്ചതിന് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ വേണമല്ലോ, അങ്ങനെയാണ് ഡിപ്ലോമയ്ക്ക് പോയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ബന്ധമില്ലാത്ത കാര്യമായി. അത് കഴിഞ്ഞപ്പോഴാണ് എന്നൊന്ന് സിനിമ ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിഷന് അയച്ചത്. അങ്ങനെയാണ് പാപം ചെയ്യാത്തവരിൽ കിട്ടുന്നത്. അതും പിന്നെ ജില്ലം പെപ്പറി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിലും കിട്ടിയിരുന്നു ഒരേ സമയത്താണ്. അത് നായികയായിട്ടാണ്. പക്ഷെ ആ മൂവി മറ്റേ കോവിഡൊക്കെ വന്നപ്പോൾ നിന്നുപോയി. അത് മേജർ രവി സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോഷ് എന്ന് പറഞ്ഞ ആള് ഡയറക്റ്റ് ചെയ്ത മൂവിയായിരുന്നു. അത് നല്ലൊരു ഓപ്പണിംഗ് ആയിരുന്നേനെ, ഇറങ്ങിയിരുന്നെങ്കിൽ നല്ലൊരു മൂവിയായിരുന്നു. കൈൻഡ് ഓഫ് ഒരു കൊമേഴ്ഷ്യൽ എന്ന് പറയാം, അങ്ങനത്തെ ഒരു മൂവിയാണ്. ഇപ്പൊ അച്ഛൻ ഡയറക്ടർ ആയതുകൊണ്ട് നിങ്ങൾ സിനിമ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് വീടുകളിൽ ഇപ്പോഴും സിനിമാക്കാരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് കണ്ടാണ് വളർന്നത്. ഏറ്റവും കൂടുതൽ വീട്ടിൽ വന്നുകൊണ്ടിരുന്നതൊക്കെ ആരായിരുന്നു? ദിലീപേട്ടൻ വരുമായിരുന്നു, ദിലീപേട്ടൻ എപ്പോഴും വരുമായിരുന്നു. അതേപോലെ സിദ്ദിഖിക്ക വന്നിരുന്നു എന്നല്ല, വന്നിട്ടുണ്ട്, ഉണ്ട്. അത് ഞങ്ങള് എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ എപ്പോഴും വരാറ് സെറ്റിലൊക്കെ. അപ്പൊ അമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു, എന്നെ ഓർമ്മയില്ലേ, ഞാൻ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്താ അങ്ങനെ ചോദിക്കണം, ഓർമ്മയില്ലേ എന്നൊക്കെയോ. ഒരുപാട് വട്ടം അച്ഛനുള്ള സമയത്തൊക്കെ എപ്പോഴും വരുമായിരുന്നു. പിന്നെ അങ്ങനെ വന്നിട്ടുള്ള നെടുമുടി വേണുവെങ്കില് വന്ന് നിന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ സിനിമാക്കാർ വരുമായിരുന്നു. പിന്നെ ശങ്കരാടി മുത്തച്ഛൻ വരുമായിരുന്നു. പക്ഷെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴാണ് ആള് മരിക്കണേ. എനിക്ക് അങ്ങനെ ഓർമ്മയില്ല, അമ്മ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ഈ പേര് കൂടെ ചേർക്കാനുള്ള അച്ഛൻ രാജൻ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചേർന്നത്. അതെ. ഇപ്പൊ തോന്നുന്നു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടെ സിനിമകൾ ചെയ്യാമായിരുന്നു. തീർച്ചയായിട്ടും. സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിലും കരിയറിലും എല്ലാത്തിലും ഞാൻ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം വേറെ ആയി പോയേനെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കറക്റ്റ് ആയിട്ട് ഒരു അഡ്വൈസ് തന്ന് കറക്റ്റ് ആയിട്ട് ആ കരിയറിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അച്ഛന് ഒരുപാട് പരിചയങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 40 ഇയേഴ്സോളം അച്ഛൻ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ അറിയാത്ത ഇപ്പോൾ ഒരു മധു, പ്രേം നസീർ ആ കാലഘട്ടം മുതൽ പൃഥ്വിരാജ്, ആസിഫ് അലി ആ ഒരു കാലഘട്ടം വരെ ഉള്ളവരായിട്ട് അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് അച്ഛൻ ജോഷിയങ്ങളിലൂടെ ചെയ്ത മൂവി ക്രിസ്ത്യൻ ബ്രദേഴ്സാണ്. അതിന് മുമ്പ് റോബിൻ ഹുഡ്, അതിലൊക്കെ പൃഥ്വി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ഒരു
എല്ലാവരും പരിചയമുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയേനെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. പിന്നെ ഞാൻ വിചാരിക്കും ചിലപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്ത് കിട്ടുമ്പോഴായിരിക്കും അതിനൊരു മധുരം കൂടുതലായിരിക്കും. അങ്ങനെ നമുക്ക് അത്ര വിലയുണ്ടാവില്ല അതിന്. പറയാൻ പറ്റില്ല ഇങ്ങനെ ഡയറക്ടേഴ്സ് ഒക്കെ അങ്ങനെ മകളായതുകൊണ്ടോ മകനായതുകൊണ്ടോ അവസരം കൊടുക്കണം. അച്ഛൻ എങ്ങനെയായിരുന്നു എന്നറിയോ? ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് പറയും, നീ ഇത് ഞാൻ പറയണ പോലെ അനുസരിച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചാൻസ് തരാം എന്ന് പറയും. അങ്ങനെ ബ്രൈബ് ചെയ്യായിരുന്നു, ഡിമാൻഡ് ഒക്കെ വെക്കായിരുന്നു. അങ്ങനെയാണ് അച്ഛനുള്ളപ്പോൾ. അച്ഛൻ്റെ വർക്കിലൊക്കെ അവിടെ ഇവിടെ ജൂലൈ 4 അച്ഛനുണ്ടായിരുന്നു, ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ അച്ഛൻ്റെ ആൽബത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. പണ്ട് 2nd സ്റ്റാൻഡേർഡിൽ എന്തോ പഠിക്കുമ്പോൾ ഇന്നസെന്റ് അങ്കിളിൻ്റെ കൂടെ ഊർമിള ഉണ്ണി മാം ഒക്കെ ഉള്ളവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ആക്ട്രസിൻ്റെ. അതൊക്കെ അച്ഛൻ്റെ വർക്ക് തന്നെ. പിന്നെ ഒരു ബ്രേക്ക് കിട്ടിയാൽ ആളുകൾ തിരിച്ചറിയപ്പെട്ടത് റെക്കഗ്നൈസ് ചെയ്തത് സുന്ദരിയില്. അതിനു മുന്നേ ഞാൻ അന്ന കരീന എന്ന് പറഞ്ഞിട്ട് KK രാജീവ് സാറിന്റെ ഒരു സീരിയല് ഫ്ലവേഴ്സിൽ ഹീറോയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം റെക്കഗ്നിഷൻ കിട്ടി. ഇപ്പം ഈ പറഞ്ഞ മാതിരി യൂട്യൂബിലാണ് അത് കുറച്ചും കൂടി ആൾക്കാർ കണ്ടിരുന്നത്, ഫ്ലവേഴ്സിൽ കാണുന്നേക്കാളും കൂടുതൽ. അപ്പോൾ ആൾക്കാരൊക്കെ നല്ല കമൻസ് ഒക്കെ പറയുമായിരുന്നു. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും വന്ന് അവരിങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുമായിരുന്നു. അതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു വർക്കാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രിൻസ് ആൻഡ് ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് ദിലീപേട്ടൻ്റെ നമ്മൾ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം ഒരു സമയത്ത് നമ്മൾ സിനിമകൾ കണ്ടിറങ്ങി ദിലീപേട്ടന്റെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കത് തിരിച്ച് കണ്ടിറങ്ങി വരുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് അറിഞ്ഞ ആളുകളാണ് നമ്മള്. കുറച്ച് നാളായിട്ട് നമുക്കത് മിസ് ചെയ്യുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. അപ്പൊ ഈ ഒരു സിനിമയിലേക്ക് എത്തിയപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ സ്ക്രിപ്റ്റ് വന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇതെന്തായിരിക്കും എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു? കാരണം ദിലീപേട്ടന്റെ കോമഡീസ് ആളുകൾ പറയുന്നു അത് കുറച്ചും കൂടെ അന്നത്തെ കാലത്തുള്ള ഇന്ന് അത് വർക്ക് ആവുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു ഫാമിലി മൂവിയാണ്. കാരണം ദിലീപേട്ടന്റെ ഫാമിലി സിനിമകൾ നമ്മൾ കണ്ട് ആസ്വദിച്ച ആളുകളാണ്. അപ്പൊ ഈ സിനിമയിലേക്ക് വന്നപ്പോഴേക്ക് എങ്ങനെയായിരുന്നു ഇത്? ഞാൻ സ്ക്രിപ്റ്റ് അങ്ങനെ വലിയ എനിക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. എൻ്റെ അടുത്ത് ഇന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞു, ഇന്ന ആളുടെ വൈഫായിട്ട്. അപ്പൊ തന്നെ ഞാൻ ഫ്ലാറ്റ്, എനിക്ക് സ്ക്രിപ്റ്റേ കേൾക്കണ്ട, ആണോ ഓ ഞാൻ എത്തിയതൊക്കെ അങ്ങനെ. അതായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും കേട്ടിട്ടില്ല. അത് കഴിഞ്ഞ് എനിക്ക് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മേ ബി ആളുകൾ പറയണത് എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മളുടെയൊക്കെ ചൈൽഡ്ഹുഡ് മനോഹരമാക്കിയൊരു ആളാണ് ദിലീപേട്ടൻ. ഇപ്പോഴും നമുക്ക് ഇത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഏത് സിനിമ എടുത്ത് നോക്കിയാലും ദിലീപേട്ടൻ്റെ ആയിരിക്കും. ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടായിരുന്നു എപ്പോഴും. ദിലീപേട്ടന്റെ സിനിമ തിയേറ്ററിൽ എത്തി അതിനുള്ള ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടന്റെ കുറ്റമോ അല്ലെങ്കിൽ ആളുടെ ഒരു ഇതുകൊണ്ടോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ വളരെ പണ്ടത്തെ വലിയ വലിയ പല ഡയറക്ടേഴ്സിൻ്റെ മൂവീസും വലിയ വലിയ പല ആക്ടേഴ്സിൻ്റെ മൂവീസും ഇപ്പോഴും ചിലതൊന്നും വിജയിക്കുന്നില്ല, ചിലത് എന്താ പറയുക അടുപ്പിച്ചടുപ്പിച്ച് ഫ്ലോപ്പ് ആവുന്നുണ്ട്. അത് മേ ബി അവരുടെ ഒരു ഇത് ഫോളോ ചെയ്തു പോകുന്നത് കൊണ്ട് അവർ മാറ്റം വരുത്താത്തത് കൊണ്ടാണോ എനിക്കറിയില്ല എന്താണ് അങ്ങനെ വരുന്നതെന്ന്. പക്ഷെ ദിലീപേട്ടൻ്റെ കേസിൽ ഈ മൂവിയിൽ എനിക്ക് അങ്ങനെ ഒരു മോശമായിട്ട് പറയാനായിട്ടുള്ളൊരു ഇതും ഫീൽ ചെയ്തില്ല. നന്നായിട്ട് കോമഡിയൊക്കെ നല്ല വർക്ക്ഔട്ട് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. എല്ലാം നല്ല സിറ്റുവേഷണൽ കോമഡീസാണ്. സ്ലാപ്സ്റ്റിക് കോമഡീസ് കുറവാണ് ഇതിൽ. എല്ലാം ആ സിറ്റുവേഷനായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട്. നമുക്കൊന്നും മുഴച്ചിരിക്കുന്നില്ല ഒന്നും, എല്ലാം അതിനോട് യോജിച്ച് പോകുന്ന ടൈപ്പ് കോമഡികളാണ്. ഇപ്പൊ സിനിമ തുടങ്ങുമ്പോ തന്നെ കല്യാണമാണല്ലോ. അപ്പോ ധ്യാൻ ചേട്ടന്റെ വൈഫായിട്ട് വരുന്നു, ഫസ്റ്റ് സീൻ തന്നെ ഇതാണ്. എങ്ങനെയുണ്ടായിരുന്നു അത്? എൻ്റെ അടുത്ത് അവർ പറഞ്ഞു നിങ്ങളുടെ കല്യാണത്തിൽ നിന്നാണ് പടം തുടങ്ങണേന്ന് പറഞ്ഞു. ഓ നന്നായി, ഐശ്വര്യം, ഈ സിനിമയുടെ ഐശ്വര്യം ഈ കുട്ടിയാണെന്നൊക്കെ, അങ്ങനെയാണ് തുടങ്ങണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, അപ്പം എന്തായാലും ടൈറ്റിൽ ഇതിൽ ഞാനുണ്ട്. സോ അപ്പോൾ സിനിമയിലില്ലെങ്കിലും എൻ്റെ പോസ്റ്ററിലും ഉണ്ട്, ടീസറിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ അതാണ് ഞങ്ങൾക്ക് വേറെ ഗുണമായത്. കാര്യം ഇപ്പൊ ആദ്യം പറഞ്ഞ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ പോസ്റ്ററിൽ ഒരിക്കലും വരാൻ സാധ്യതയില്ല ആ ക്യാരക്ടർ. കാര്യം ഇത് ഫാമിലി മൂവി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ തലയില്ലാണ്ട് പറ്റില്ല. അങ്ങനെയാണ് ഇതിന്റെ പോസ്റ്ററിന്റെ അവസ്ഥ. ആ പേര് തന്നെ ഫാമിലിയാണ്. അപ്പൊ ഫാമിലി ഫോട്ടോയേ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഫോട്ടോ എടുത്തപ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ടായിരുന്നു നമുക്കിത് പോസ്റ്ററിനെ യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ വന്ന് നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് വന്നതും ഇതാണ്. അപ്പൊ എല്ലാവരും ഭയങ്കര നോട്ടീസ് ചെയ്തു.
എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. നീ എന്താ ഇത്ര വലിയ ആൾക്കാരോട് നീ എന്നൊക്കെ രീതിയിൽ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുന്നു. ഭയങ്കര ബഹളമായിരുന്നു അന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് ഇപ്പോഴും എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അയച്ചു തരും. എവിടെയെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ദേ നീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയച്ചു. എല്ലായിടത്തും ഉണ്ട്, വലിയ ഹോർഡിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. അഭിനയിച്ചപ്പോഴും ഇവര് ഇങ്ങനെ വിറ്റൊക്കെ പറഞ്ഞു. ധ്യാൻ ചേട്ടനും ദിലീപ് ചേട്ടനും ഒക്കെ ഇങ്ങനെ വിറ്റൊക്കെ പറയുന്നു. പള്ളിയിലത്തെ താലികെട്ട് എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെയല്ലടാ അങ്ങനെയൊക്കെ ഒരു ദിലീപ് ചേട്ടൻ കെട്ടി കാണിച്ചു കൊടുക്കും. അങ്ങനത്തെ കുറെ വിറ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തിട്ടാ ചെയ്തേ. ഇവരൊക്കെ ഈ സ്പോട്ടായിട്ട് ഇംപ്രവൈസേഷന്റെ ഓ അതെ അതെ, അതിന്റെ പണി കിട്ടിയായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് അവരുടെ ഏരിയ. ഇല്ല, എനിക്ക് അങ്ങനത്തെ വലിയ ഇതൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവര് ഈ പറഞ്ഞ മാതിരി ചെറിയൊരു സാധനം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ എന്താ പറയാ കയ്യിൽ നിന്ന് ഇട്ടിട്ടിട്ട് അവര് വലിയൊരു സംഭവമാക്കി എടുക്കും. ആ സീനിനെ പൊലിപ്പിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട്. അതൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ദിലീപേട്ടനാണെങ്കിൽ സ്പോട്ടിൽ കുറെ സാധനങ്ങൾ പറയും, സിദ്ദിഖിക്കും പറയും, എല്ലാം ധ്യാൻ ചേട്ടനും പറയും. ആരും മോശമില്ല. അതെ, കയ്യുന്നിട്ട് അങ്ങനെയാണ് അതിന്റെ സീൻസ് എല്ലാം അവര് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ മാജിക് ഫ്രെയിമിന്റെ ബാനറിലാണ് ഇറങ്ങുന്നത്, ലിസ്റ്റൻ സ്റ്റീഫന്റെ പ്രൊഡക്ഷനിലാണ്. ഇതും കൂടെ നമ്മൾ ഈ സിനിമയുടെ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദിലീപേട്ടന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മള് ഇനി എന്താവും എന്നുള്ള ഒരു അല്ലെങ്കിൽ ഇത് വർക്ക് ആവും എന്നുള്ള ടെൻഷൻ പ്രേക്ഷകരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ബാനറിൽ ഒരു സിനിമ ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ അത് ഇത്രത്തോളം പ്രയോജനം ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അത് നമ്മളിപ്പോ പറയുമ്പോ നമുക്കും അതൊരു വലിയ പ്രൊഫൈലിന് ഒരു വലിയ എന്താ പറയാ, ഇത്ര വലിയൊരു ബാനറിൽ നമ്മളൊരു മൂവി ചെയ്തു അതിലൊരു ഭാഗമാവാൻ പറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര തീർച്ചയായിട്ടും ഗ്രാഫ് ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ എന്തായാലും ലിസ്റ്റൻ സ്റ്റീഫൻ ചെയ്യുന്നൊരു മൂവി മോശമാവില്ല എന്നൊരു ഇതും കൂടി അതിൽ ഉണ്ട്. കൂട്ടുന്നുണ്ടാകാം, എനിക്കറിയില്ല, അത് പുറത്ത് ഓഡിയൻസിൻ്റെ ഇതാണ്. പക്ഷെ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഈ മൂവിക്ക് ഉണ്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇതിപ്പോ കംബാക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ സിനിമയിൽ ഇത് ഹിറ്റിലേക്ക് എത്തുക നമുക്ക് വരും ദിവസങ്ങളിലാണ് കറക്റ്റ് അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ഹിറ്റിലേക്ക് എത്തുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കരിയറിനും കൂടെ നല്ല രീതിയിൽ തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്ത മൂവി അഞ്ചകള്ളൊക്കെ വെക്കാനായിരുന്നു. അതില് ഈ പറഞ്ഞ മാതിരി ഒറ്റ സീനും ഉണ്ട്, പിന്നെ ഒരു പാട്ടും ഉണ്ട്, ഷാപ്പിലെ ഒരു പാട്ടുണ്ട്. പക്ഷെ ആ ഫിലിം ഹിറ്റ് ആയതോടുകൂടി എന്നെ എല്ലാരും തിരിച്ചറിയാൻ തുടങ്ങി. ആക്ച്വലി സുന്ദരിയേക്കാളും അതിനൊരു പെർട്ടിക്കുലർ ഓഡിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ സീരിയലിന്? അതെ അതെ, ആ സീരിയലിന്റെ ഇതെന്ന് പറഞ്ഞാൽ കൂടുതൽ അമ്മമാര് അവരൊക്കെ. അപ്പൊ ഞാൻ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ അവര് വന്നിട്ട് ആ മോളെ എന്നിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരും. അപ്പൊ ഞാൻ ഇതാരാന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. ഇത് വല്ല ബന്ധുക്കളാണ്, ബന്ധുക്കളെ തന്നെ എനിക്ക് എല്ലാവരും അറിയില്ല. ഇനി അവല്ലോ ആണോന്ന് ഞാൻ വിചാരിച്ചു. അമ്മയുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും അങ്ങനെയൊക്കെ വിചാരിക്കും. വയസ്സായ അമ്മമാരൊക്കെ വന്ന് കെട്ടിപ്പിടിക്കും. അപ്പൊ ഞാൻ ഇവരൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടോ എന്നുള്ളൊരു ഇത്. ഞാൻ പൊതുവെ ഞാൻ അങ്ങനെ സീരിയൽ വിരോധിയൊന്നുമല്ല, നല്ലൊരു തന്നെയാണ്. പക്ഷെ ഞാൻ സീരിയൽ അധികം കാണാറില്ല. അപ്പൊ എനിക്ക് ഇവരെന്നെ തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്കാണെങ്കിൽ ഒരാളെ ഞാൻ ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്തൊന്നും വരില്ല. അങ്ങനെ അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പൊ യൂത്ത് സിനിമയിലേക്ക് അത് കിട്ടിയത് ഇവിടെ വന്നപ്പോഴാണ്. ഇതില് എല്ലാരും അഞ്ചകള്ളൊക്കാനിലുണ്ടായിരുന്നില്ലേ? അപ്പൊ ഞാൻ നിങ്ങളൊക്കെ എന്നെ കണ്ടോ? എനിക്ക് അത് വേറെ വിട്ടുണ്ടായി. ഞാൻ തിയേറ്ററിൽ കാണാൻ പോയപ്പോ എന്നെ തൊട്ടടുത്തൊരാളിരിപ്പുണ്ട്. അപ്പൊ ഇതെന്താ ഇന്റർവെല്ലിന് മുമ്പ് എന്താണ് ഈ പാട്ട്. അപ്പൊ ഈ പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ അയാൾ ഇങ്ങനെ നോക്കും, ഇതാ കുട്ടിയല്ലേ എന്നിട്ട് ഇന്റർവെല്ലിന് ആളിന്റെ അടുത്ത് വെച്ച് മോള് അതില് അതെ ഞാൻ തന്നെയാണ്. എല്ലാവരും കൂടെ പോയി ഇരുന്ന് കണ്ട സിനിമയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലല്ല, ഞാൻ അവിടെ അടുത്തൊരു തിയേറ്ററിൽ അമ്മയും ഞാനും അമ്മയുടെ സിസ്റ്ററും കൂടി പോയിട്ട് കണ്ട്. എന്നെ ആരും എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്നെ ആരും തിരിച്ചറിയുന്നത്. ഞാൻ വെറുതെ പോയി കണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ നേരെ കാണുന്നതും സ്ക്രീനിൽ കാണും വ്യത്യാസം ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ആരും തന്നെ മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ മനസ്സിലാവണ്ട എന്നെ എന്നൊരു ഇതായി. പിന്നെ ആ മൂവി ഏകദേശം
തിയേറ്ററിൽ നിന്ന് പോവാറായ സമയത്താണ് ഞാൻ കാണാൻ പോയത്. അപ്പോൾ അധികം ക്രൗഡൊന്നും ഉണ്ടായിരുന്നു. നമ്മുടെ സിനിമ ഇറങ്ങുമ്പോൾ അത് പോയി കാണാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്, എനിക്ക് ഭയങ്കര നാണം വരും എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ. ഞാൻ ഈവൻ എൻ്റെ എന്തെങ്കിലും എല്ലാവരും പറയും നീ കുറച്ചുകൂടി നിന്നെ സെൽഫ് പ്രൊമോഷൻ ഒക്കെ ചെയ്യണം, നീ ചെയ്ത എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ എടുത്തിട്ട് സ്റ്റോറി ഇട് അല്ലെങ്കിൽ റീലായിട്ട് ഇടുന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്, എനിക്കിങ്ങനെ നാണമൊക്കെ വരും എന്നെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ. ഞാനതന്നെ കാണില്ല, എനിക്കെന്തോ അല്ല എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ മറ്റേ ആ ഉദയനാണ് താരത്തിലെ സലീം കുമാറിന്റെ അവസ്ഥ എങ്ങനെയൊക്കെ കേറിയൊക്കെ ഇരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര നാണം വരും. എനിക്ക് മനസ്സിലാവില്ല സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സിനിമ ഇത്ര അറിയാവുന്ന ഒരാളിങ്ങനെ വന്നിട്ട് ഇതുപോലെ പറയുന്നു. ഞാൻ പൊതുവേ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇപ്പൊ റീസെന്റ് ആണ് ഞാൻ കുറച്ചൊരു സംസാരിക്കാൻ എക്സ്ട്രോവേർട്ട് അല്ല, ഇപ്പോഴും ആംബിവേർട്ട് എത്തിയിട്ടുള്ളൂ. എക്സ്ട്രോവേർട്ടിലേക്ക് എത്തിയിട്ടില്ല. ഇല്ല.